Watch India's largest kids library only on Jio Hotstar. Download the app now. ഇതെന്താണെന്ന് തനിക്ക് മനസ്സിലായോ? ചക്ക, ഇത് കാണുമ്പോ ഒരു പോസ്റ്റർ പോലെ ഉണ്ടല്ലോ. ഇതെന്താണെന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരാതെ എനിക്ക് എങ്ങനെ അറിയാതെ എന്താണെന്ന്? ഗസീട്ടറാമേ, ആദ്യം ഞാൻ ഈ പോസ്റ്ററിനെ പറ്റി പറയാം. ഈ പോസ്റ്റർ ഒട്ടിക്കുന്ന സ്ഥലം കാണാതെ പോകും. പിന്നെ നമുക്ക് ഈ പോസ്റ്ററിനകത്തൂടെ കയറി നിനക്ക് ഇഷ്ടപ്പെട്ട ഏത് സ്ഥലത്ത് വേണമെങ്കിലും പോയി എന്തും ചെയ്യാം. പക്ഷെ നീ ഇതിനകത്ത് കയറുമ്പോൾ എവിടെയാണോ പോകേണ്ടത് ആ സ്ഥലത്തെ പറ്റി നീ ആലോചിച്ചാൽ മാത്രമേ നിനക്ക് അവിടെ എത്താൻ സാധിക്കുകയുള്ളൂ. എങ്ങനെയുണ്ട് എന്റെ പുതിയ കണ്ടുപിടുത്തം? തകർത്തുവല്ലേ? പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇങ്ങനൊരു കാര്യം ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ഞാൻ ഇപ്പൊ തന്നെ ഒന്ന് ട്രൈ ചെയ്തോട്ടെ. പൊളിച്ചെടുത്തല്ലോ. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാണ്. ഡോക്ടർ ചക്ക, നിങ്ങളൊരു അത്ഭുതം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ഈ കണ്ടുപിടുത്തം കാരണം ഈ ലോകത്തിലുള്ള എല്ലാ കുഴപ്പങ്ങളും പോകും. ട്രാഫിക്കിൽ തീരെ ബ്ലോക്ക് ഉണ്ടാവില്ല. യാത്രാ സമയം വളരെ കുറവാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരുപാട് സമയം കിട്ടുന്നേ. ഡോക്ടർ ചട്ക, നിങ്ങൾ ഗ്രേറ്റ് ആണ്. നിങ്ങളൊരു മഹാൻ തന്നെയാണ്. എത്ര വലിയൊരു സംഭവം നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നേ. നിങ്ങൾ എന്തൊരു ശാസ്ത്രജ്ഞനാ. നിങ്ങൾ ലോകത്തിന് തന്നെ അഭിമാനമാണ്. നിങ്ങളുടെ ഈ കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് കേട്ട പിന്നെ എനിക്കങ്ങ് അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല ഡോക്ടർ ചട്ക. അതുകൊണ്ട് നേരിട്ടൊന്ന് വന്ന് പ്രശംസിക്കാനാ ഞാൻ ഇവിടെ എത്തിയത്. ഓ ജോൺ, താങ്ക് യു വെരി മച്ച്. പക്ഷേ നിങ്ങൾ എനിക്ക് പൂർണ്ണ വിശ്വാസമാ കേട്ടോ. നിങ്ങളുടെ ഈ പോസ്റ്റർ എനിക്കൊന്ന് ചെക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിനിപ്പോ എന്താ, നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. ജോൺ ദ ഡോണിനെ ഞാൻ സ്വാഗതം ചെയ്തിരിക്കുന്നു. ഡോക്ടർ ചക്ക, ഈ ജോൺ ഇപ്പൊ എങ്ങോട്ടാ പോയിരിക്കുന്നത്? ഓ എന്റെ ഹത്തിപ്പാറ അമ്മച്ചി, ആ കുരുത്തം കെട്ടവൻ എന്റെ അടുത്ത് പൂ തന്നിട്ട് എന്നെ പൂളാക്കി കളഞ്ഞു. ഇനിയിപ്പൊ എന്താ ചെയ്യാ കസീട്ട? എന്തെങ്കിലും ഒരു ഐഡിയ പറയ. എന്റെ പത്തലു, നല്ല മണം. ഇന്ന് കടയിൽ പോയി കഴിക്കാൻ ഒരു മൂഡും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഹോം ഡെലിവറി ചെയ്യാൻ പറഞ്ഞത്. വീട്ടിലിരുന്ന് സമൂസ കഴിക്കുന്ന സുഖം ഒന്ന് വേറെ തന്നെയാണ്. ഹലോ, ദേവി പ്രസാദ്. ദേവിയുടെ പ്രസാദം അമ്പലത്തിലല്ലേ കിട്ടൂ? സോറി, റോങ് നമ്പർ. അല്ല പത്തലു, ഇതെന്താണ് സംഭവിച്ചത്? സമൂസ ചുമരിനടുത്തേക്ക് എങ്ങനെയാ പോയിക്കൊണ്ടിരിക്കുന്നത്? ബോക്സർ ചേട്ടാ, സമൂസ കഴിക്കണേ ചോദിച്ചു മേടിക്കണം, അല്ലാതെ കട്ട് തിന്നല്ല വേണ്ടത്. മനസ്സിലായോ? തരൂ. എന്റെ സമൂസകളൊക്കെ മര്യാദക്ക് തിരിച്ചതാ. എന്റെ സമൂസകളുമായി കളിക്കുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. നീ എന്താ പറഞ്ഞു വരുന്നത്? നിന്റെ സമോസ ഞാൻ കട്ടെടുത്തോ? പിന്നല്ലാതെന്താ? കട്ടതുമില്ലാതെ എന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നോ? തരാനാ പറഞ്ഞ്. എന്റെ സമൂസ മര്യാദക്ക് തന്നോ? ശരി, ഒരു കാര്യം ചെയ്യേ. ആ കയറിൽ തൂങ്ങി കിടക്ക്. നിന്റെ സമോസ ഇപ്പൊ തന്നെ തിരിച്ചു തന്നേക്കാം. ഓക്കേ? എന്റെ മോട്ടു, നീ എന്തായി ചെയ്യുന്നത്? നിനക്കെന്താ കണ്ണു കണ്ടൂടെ? കയറി പിടിച്ച് തൂങ്ങുന്നു. ബോക്സറിന് എന്തോ പണിയുണ്ടെന്നാ തോന്നുന്നു. ഈ ജോലി തീർന്ന ഉടനെ അയാള് നമുക്ക് സമൂസ എടുത്തു തരുമായിരിക്കും. രക്ഷിക്കണേ. വിട്ടേക്ക്, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. നിനക്കും ദേഷ്യം വരുമോ? ശരി, നോക്കട്ടെ. എന്റെ ദേഷ്യം ഞാൻ കാണട്ടെ. എന്റെ ചായക്കട ചേട്ടാ, നിങ്ങൾ ഇതെന്തായി കാണിക്കുന്നേ? ഒന്ന് വേഗത്തില് സമൂസതാ. എനിക്ക് വിശന്നിട്ട് വയ്യ. വേഗം താ. ഒന്ന് ക്ഷമിക്കെന്റെ മോട്ടു. ദേ ഇപ്പം തരാം. ആദ്യം ഈ ചട്ടി ഒന്ന് താഴെ ഇറക്കട്ടെ. മോട്ടു, ഇത്രയും പെട്ടെന്ന് എല്ലാ സമോസയും തിന്നു തീർത്തോ നീ? നിനക്കെന്താ ഒട്ടും തന്നെ ക്ഷമയില്ലേ?
ഞാൻ പ്ലേറ്റിൽ എടുത്ത് തരുമായിരുന്നല്ലോ നിനക്ക്. അല്ല, നിങ്ങൾ ഇതെന്ത് തമാശയായി പറയുന്ന ചായക്കട ചേട്ടാ? സമൂസ പ്ലേറ്റിലെടുത്ത് തരുമായിരുന്നോ? നിങ്ങൾക്ക് ഇങ്ങനെ കളിക്കാനായിരുന്നെങ്കിൽ ഇത്രയും നേരം ഞങ്ങളെ എന്തിനാ ഇവിടെ പിടിച്ചിരുത്തിയത്? അത് ശരി, സമോസ എല്ലാം തിന്നച്ചിപ്പോ എന്റെ വെക്കിട്ട് കയറുന്നു. നീ തന്നെയാ എന്റെ എല്ലാ സമോസയും തിന്നു തീർത്തത്. എന്നിട്ട് പൈസ തരാതിരിക്കാൻ വേണ്ടി ഓരോ അടവ് പ്രയോഗിക്കുക അല്ലേ? വിടില്ല, നിന്നെ ഞാൻ കാണിച്ചു തരാം. ഓ എന്റെ ചായക്കടയുടെ പരിസരത്ത് രണ്ടിനെയും കണ്ടുപോകരുത് കേട്ടോ. ഇന്ന് രാവിലെ 6ന്റെ മോന്തയാ കണി കണ്ടതെന്ന്. ഒന്നും കഴിക്കാനും കിട്ടുന്നില്ല, കുടിക്കാനും കിട്ടുന്നില്ല. മറ്റുള്ളവരുടെ ഇടി മാത്രമേ കിട്ടുന്നുള്ളൂ. ടേസ്റ്റി. ചിങ്കം സാറേ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വലിയ സംഭവമാണെന്നാ വിചാരിച്ചോണ്ടിരിക്കുന്നേ. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് സിറ്റിയിലുള്ള ഒരു ബാങ്കിൽ ഞാൻ കൊള്ളടിക്കാൻ പോവാ. നിങ്ങൾ വലിയ സംഭവമാണെങ്കിൽ അവിടെ വന്ന് തെളിയിച്ച് കാണിക്കും സാറേ. കാണാലോ നിങ്ങളുടെ മിടുക്ക്. എന്റെ അമ്മോ, ചിങ്കത്തിനോടാണോ ചാലഞ്ച് ചെയ്യുന്നത്? ഇൻസ്പെക്ടറെയാണോ വെല്ലുവിളിക്കുന്നത്? വിടില്ല ഞാൻ. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. അറിയാമല്ലോ, ഇംപോസിബിൾ. നിങ്ങളൊരു ഇൻസ്പെക്ടർ ആകാൻ പോയിട്ട് ഒരു സെക്യൂരിറ്റി, ഒരു ഗൂർക്കയെ പോലും ആകാൻ യോഗ്യതയില്ലാത്തവനാണ്. എന്റെ പണി ഞാനങ്ങ് തീർത്തു. ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞ് മാർച്ചും ചെയ്ത് അങ്ങ് നടന്നോ. എന്റെ അമ്മോ, എന്റെ അമ്മോ, എന്തായി കാണുന്നത്? ഈ വിവരം കാണും മീഡിയക്കാർ അറിഞ്ഞാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ നാണം കെട്ട് പോകും. വിടില്ല ഞാൻ. ജോൺ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. വലിയേട്ടാ, രക്ഷിക്കൂ. ഇന്ന് എന്താന്നറിയില്ല, കാലത്ത് തൊട്ട് ഞങ്ങൾക്ക് പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാ. ആരെ കണ്ടാലും അവർ ഞങ്ങൾ എടുത്തിട്ട് ഇടിക്കുക. എവിടെ ചെന്നാലും ഇടി മാത്രമേ കിട്ടുന്നുള്ളൂ. ആദ്യ ബോക്സർ ഞങ്ങളുടെ സമൂസ കട്ടു, അതിനുശേഷം ഞങ്ങൾ എടുത്തിട്ട് ഇടിച്ചു. അതിനുശേഷം ആ ചായക്കടക്കാരൻ, അവരും ഞങ്ങൾ എടുത്തിട്ട് ഇടിച്ചെന്നേ. എന്ത് കൂട്ടുകാരനാ നിങ്ങള്? ഞങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇങ്ങനെ മുഖം താഴ്ത്തി ഇരിക്കുക എന്നല്ലാതെ ഒന്നും പറയുന്നില്ലല്ലോ നിങ്ങള്. ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, സത്യം പറയട്ടെ, നീ ഇങ്ങനെ അടി വാങ്ങുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ മോട്ടു? അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അപ്പൊ ഇതിനൊക്കെ കാരണം നീ ആയിരുന്നോ? ഇത്രയും നേരം ഞങ്ങൾക്ക് കിട്ടിയ അടിയൊക്കെ പലിശ സഹിതം ഞാൻ നിനക്ക് തിരിച്ചു തരുന്നതായിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു ഫോൺ ചെയ്ത് ഈ കാര്യങ്ങൾ പറഞ്ഞുകൂടായിരുന്നില്ലേ? നിർത്ത്. ഇപ്പൊ ഈ കാര്യം ആലോചിക്ക. ഇത് തുടക്കം മാത്ര. ഇനി എന്തൊക്കെ പ്രശ്നമാണാവോ വരാൻ പോകുന്നേ? എത്രയധികം നേരം ആ പോസ്റ്റർ ജോണിന്റെ കയ്യിലുണ്ടോ, അത്രയധികം വലിയ പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നത്. എങ്കിലും എന്തെങ്കിലും ആലോചിക്കപ്പത്തല്ലോ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞുകൂടെ നിനക്ക്? ഐഡിയ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഡയമണ്ട് എക്സിബിഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്പർ 1, നമ്പർ 2, നിങ്ങൾ വാനും കൊണ്ട് നമ്മുടെ സ്ഥലത്തേക്ക് പോയിക്കോ. ഞാൻ ഡയമണ്ട് എടുത്തോണ്ട് അങ്ങോട്ട് എത്തിയേക്കാം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ചെറിയ ചെറിയ മോഷണങ്ങളൊക്കെ നടത്തി ബോറടിച്ചു തുടങ്ങി. ഇനി വലിയ മോഷണങ്ങൾ നടത്തേണ്ട സമയമാണ്. എന്താ ഇത്?
ഒറിജിനൽ നമ്പർ 1 നമ്പർ 2 ഞാൻ ഏത് കോളേജിൽ കൂടെ അകത്തേക്ക് കടന്നെന്ന് അറിയില്ല. ഒന്ന് വേഗം പറഞ്ഞതാ. ഞങ്ങൾക്ക് എന്താ അറിയാ, നിങ്ങൾക്കല്ലേ അറിയുള്ളൂ. ഞങ്ങൾ പറഞ്ഞു തരാം ജോണെ, നീ ഏത് വഴിയാണ് അകത്തേക്ക് വന്നതെന്ന് ഞങ്ങൾ പറഞ്ഞു തരാം. ആദ്യം നീ കുറച്ചു നേരം തല്ല് വാങ്ങിക്കോ, എന്നിട്ട് ഞാൻ ആലോചിക്കട്ടെ, പിന്നെ നിന്നെ ജയിലിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാം. സാർ കുറച്ചു നേരം ഞങ്ങൾ അടിക്കട്ടെ സാർ. ഞാൻ ഇത് കൊണ്ടുപോയി ഉടൻ തന്നെ നശിപ്പിച്ച് കളഞ്ഞേക്കാം. അല്ലെങ്കിൽ ജോണിനെ പോലെയുള്ള ആരുടെങ്കിലും കയ്യിൽ ഇത് കിട്ടുവാണെങ്കിൽ വലിയ പ്രശ്നം തന്നെ ഉണ്ടാകും. പോസ്റ്റർ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇനി എന്തിനാ എന്നെ ഇങ്ങനെ ഇടിക്കുന്നേ? അപ്പൊ ഒന്ന് പതുക്കെ അടിക്കുക. എന്തൊരു വേദനയാ. Watch India's largest kids library only on Geo Hotstar. Download the app now.